ലെവൽ 3 താരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി നോക്കാം. ഓക്കെ, 9 of cups, ace of wands, queen of cups, queen of swords, സ്റ്റാർ കാർഡ്. ഓക്കെ, 2 of cups. ഇവിടെ എല്ലാം പോസിറ്റീവ് എനർജിയാണ് വന്നിരിക്കുന്നത്, എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ മേ ബി നിങ്ങളുടെ ഒരു ഓറയിലേക്ക് ഒരു ഫൈറ്റിംഗ് എനർജി, ഇപ്പോൾ നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ, ഇത് കാണുന്നത് സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ളൊരു എനർജി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലേഡി ആയിട്ടൊരു ഫൈറ്റിംഗ് എനർജി വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ 2 ക്വീൻ ഉണ്ട്. അപ്പോൾ ഒരു ജലസും കമ്പാരിഷനൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളോട് ആർക്കെങ്കിലും ഒരു ജലസോ കാര്യങ്ങളോ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോടൊരു ജലസോ കാര്യങ്ങളോ തോന്നാനുള്ളൊരു സാഹചര്യം കാണിക്കുന്നുണ്ട്. ഇവിടെ കൂടുതലായിട്ടും നിങ്ങളോട് തോന്നാനാണ് സാധ്യത കൂടുതൽ. കാരണം ഇവിടെ 9 of cups നിങ്ങൾക്കാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ജോലിയിൽ ഒരു പ്രൊമോഷനോ ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സന്തോഷമോ കാര്യങ്ങളോ നിങ്ങൾക്ക് വരുമ്പോൾ, നിങ്ങളോട് ഒരു സ്ത്രീക്ക് ഒരു ജലസ് പോലത്തെ ഒരു കാര്യങ്ങൾ, മേ ബി അതൊരു ഫൈറ്റിങ്ങിലോട്ട് വരാൻ ചിലപ്പോൾ പോകാം, വാക്ക് തർക്കവും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു തർക്കത്തിലോട്ട് പോയില്ലെങ്കിൽ പോലും നിങ്ങളോടൊരു അസൂയ കാര്യങ്ങളൊരു സ്ത്രീക്ക് തോന്നുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് കൂടെ തന്നെ നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാം. ഇവിടെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ജോബിലാണെങ്കിൽ ഒരു പ്രൊമോഷൻ കാര്യങ്ങൾ, ഇപ്പോൾ ഫിനാൻഷ്യലായാലും നിങ്ങൾക്ക് പൈസ കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റും ഒരു ഡീപ്പ് കോൺവെർസേഷനൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പുതിയൊരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഏസ് ഓഫ് വാണ്ട്സ് ആണ് നിങ്ങൾക്കൊരു ഗ്രോത്ത്. ഇവിടെ കൂടുതൽ എനിക്ക് ജോബ് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടാണ് എനിക്ക് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ കിട്ടുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ ഫിനാൻഷ്യലി ജോബ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളോട് ഹോപ്പ് വെക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഹോപ്പ് വയ്ക്കുക, നിങ്ങൾക്ക് ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒരു കമ്മിറ്റ്മെൻറ്റും ഫിനാൻഷ്യലി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുന്നതായിട്ട്, നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പേഴ്സണ് ഒരു ലേഡി ഒരു എനർജി നിങ്ങളായിട്ടൊരു ഫൈറ്റിംഗ് ടെൻഡൻസി കാണിക്കുന്നുണ്ട്. മേ ബി ഒരു ഫൈറ്റിങ്ങിലോട്ട് പോകത്തില്ലായിരിക്കാം, ഒരു ജലസും കാര്യങ്ങളായിരിക്കാം. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്താം അതെന്താണെന്ന്. ഓക്കെ, വീണ്ടും നമുക്കിവിടെ ഒരു ലേഡീനെ കിട്ടിയിട്ടുണ്ട്. അതായത് എനിക്കിവിടെ വായിക്കുമ്പോൾ മനസ്സിലായത് പോവർട്ടി, അതായത് നിങ്ങൾ അവരെക്കാളും മുകളിലാവോ, സാമ്പത്തികപരമായിട്ടും അല്ലാത്ത കാര്യങ്ങൾക്കും നിങ്ങൾ അവരെക്കാട്ടും പ്രിവിലേജ്ഡ് ആകോ എന്ന് ഏതൊരു ലേഡി ടെൻഷൻ ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയൊരു പാത്ത് വേ വരുമോ, പുതിയ വഴികൾ നിങ്ങൾക്ക് തുറക്കുമോ, പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വരുമോ എന്നൊക്കെ ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് ജലസാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. ഈ ഒരു സ്ത്രീക്ക് മേ ബി ഒരു പെൺകുട്ടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഹൈ ഹോണർ, നിങ്ങൾക്ക് അവരെക്കാട്ടും മുകളിലൊരു പൊസിഷൻ കിട്ടുമോ, നിങ്ങൾ അവരെക്കാട്ടും മുന്നിലാകുമോ എന്ന് ഓർത്തിട്ട് ആയിരിക്കാം ആ ഒരു ടെൻഡൻസി അവർക്ക് വരുന്നത്. നമുക്കൊരു ഏഞ്ചൽ മെസ്സേജും കൂടെ നോക്കാം. റിലീസ്. Work with Archangel Michael to let go of what no longer serves you or your purpose. അതായത് റിലീസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ഒരു കാര്യം ലെറ്റ് ഗോ ചെയ്യുക, റിലീസ് ചെയ്ത് കളയുക എന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്